മുതലേ നീ ഇങ്ങനെ തൂത്തോണ്ടിക്കാതെ നീ കല്യാണത്തിന് പോണേ. ഞാനും അമ്പോട്ടനും ഇല്ലാതെ ഏട്ട എങ്ങനെയായിട്ട് ഒറ്റയ്ക്ക് പോകുന്നേ? അയ്യടി മനമേ, ഞാനും അച്ഛനും കല്യാണത്തിന് പോകും. അച്ഛൻ ഞാൻ ഇല്ലാതെ എങ്ങും പോകത്തില്ല. അമ്മച്ചി വീട്ടിലിരിക്കും കേട്ടോ. അയ്യോ ഞാൻ പോവും കേട്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. പിന്നെ കൂടാതെ നമ്മളെ കോളേജിന്റെ റീയൂണിയൻ കൂടാ, എല്ലാരും കാണും. ഓ, സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ കല്യാണം വിളിക്കുമ്പോ പറഞ്ഞേനെ ഫാമിലിയും കൂടെ കൊണ്ടുവരാൻ. അയ്യോ കഴിഞ്ഞ ആഴ്ചയെ നിന്റെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കോളേജിൽ നിന്ന് എല്ലാവരും അടിച്ചു പൊളിച്ച് റീലൊക്കെ ഇട്ടേ കണ്ടായിരുന്നു. അപ്പൊ ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലായിരുന്നേ. ഞാൻ വരുന്നില്ല, ഏട്ടൻ പൊക്കോ. അയ്യോ അല്ലേലും നീയും അമ്പും വരുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. ഈ തന്ത ആള് കൊള്ളാലോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകില്ലല്ലേ? നീ പോവില്ല. ആ പോ, ഇപ്പൊ ഞാൻ എന്താ വേണം? തൂക്കുന്ന കണ്ടില്ലേ? നീ എന്നെ ഡ്രസ്സ് ഒന്ന് തേച്ച് പോയി, ഞാൻ അപ്പോഴത്തേക്ക് കുളിച്ചിട്ട് വരാം. സമയമില്ല കേട്ടാ. രാവിലെ മുറ്റവും തൂത്ത് കൊതുവും കടിച്ചല്ല എന്നെ. കാലി ചൊറിഞ്ഞിട്ടാ. അമ്മച്ചി, ആ കള്ളത്തന്ത ഈ വീട്ടിന് വെളിയിൽ ഇറക്കരുത്. അവന്റെ കൂട്ടുകാരായിട്ട് ഒറ്റയ്ക്ക് പോയ വിലസാനാ. ഇനി കുറച്ച് വെള്ളം കുടിക്കുക. അതൊന്ന് തുറന്നുതാ. എനിക്കാണെങ്കിൽ അതിനുള്ള ആരോഗ്യവും. ഇതിനകത്ത് വല്ല സ്ക്വാഷും കലക്കി വെച്ചൂടെ? അല്ലെങ്കിൽ വല്ല സ്പ്രൈറ്റോ ഫ്രൂട്ടിയോ? ഇത് പച്ച വെള്ളം. നിന്റെ ഞാൻ പറഞ്ഞിട്ട് മുതലേ എന്റെ വാട്ടർ ബോട്ടിലാണ് കൊടുക്കരുത്. അവൻ അവിടെ വാട്ടർ ബോട്ടിലില്ലേ? വെള്ളം കുടിച്ചാ പോരെ, ഏതിനായാലെന്താ? പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ വാട്ടർ ബോട്ടിലല്ലേ? ഇന്നാ എനിക്കെന്നാ വേണ്ട വെള്ളം. എന്താ കിടക്കുന്ന? എടുത്തോണ്ട് പോ. വിടമ്മേ, ഞാൻ ആ തന്ത രണ്ട് പറയട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അമ്പൂട്ട, എന്റെ കല്യാണത്തിന് സദ്യ കൊണ്ട് പായസം, പരിപ്പ്, പപ്പടം, പൊളിക്കിഞ്ഞായിരുന്നു. കൊതിപ്പിക്കല്ലേ അച്ഛാ. ഞാൻ അടങ്ങി ഒതുങ്ങി കരയാതെ ബാക്ക് സീറ്റ് ഇരുന്നോളാം. ഒരു കുരുത്ത കേടും കാണിക്കൂല. പ്ലീസ് എന്നോട് കൊണ്ടോ. നീ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ കുറുക്കൊക്കെ തിന്നിട്ടേ ഇവിടെ കിടക്ക്. ഹാ, പിന്നെ കുറുക്ക് എനിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. കുറുക്ക് എനിക്കൊന്നും വേണ്ട. കുറുക്ക് തന്നെ തലേന്ന് തിന്നാ മതി. ഈ തന്തയ്ക്കൊരു മനസാക്ഷി ഇല്ലല്ലോ. വേണമെങ്കിൽ വരുമ്പോ ഞാൻ മസാല ദോശ വേണേ വാങ്ങിച്ചിട്ട് വരാം, സമയം കിട്ടുവാണെങ്കിൽ. ഇനി കുറച്ച് പാപത്തെ അഭിനയിച്ച് ഇങ്ങനെ കിടക്കാം. അപ്പം ചിലപ്പോ കൊണ്ടുപോവായിരിക്കും. ഇതാണോ ഇട്ടോണ്ട് പോന്നേ? ഇതാണോ തേക്കണ്ടേ? ആ ഇതാ നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഒരേ കണക്കത്തെ ഡ്രസ്സാ. കൂടാതെ പെൺപിള്ളേരുടെ ബ്ലൗസിന് വരെ ഈ കളറാ. ആ അമ്മച്ചി അവന്റെ വിടല് എവന് കോഴിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ രണ്ടുപേരെയും കൊണ്ടുപോകാത്ത. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. ഞാനൊന്ന് നല്ല തേച്ച് കുളിച്ചിട്ട് വരാം. അപ്പൊ നീ അവിടെ നിന്ന് തേക്ക്. ഇതെന്തോ പോയി വലിച്ചു വാരി ഇട്ടേക്കുന്നത്? ഭ്രാന്തെടുക്കുന്ന എല്ലാം കൂടെ. എടാ എടുത്ത് വേടാ. മനുഷ്യ ഇവിടെ ഒരു ടിപ്പ് പറഞ്ഞു തരുമ്പം എന്നെ വഴക്ക് പറയുന്നു. ആ കൊള്ളാലോ, മനസ്സിലെടുത്ത് വെക്കേ. വേണേ ഒന്ന് എടുത്തു പോയി. അച്ഛൻ ഒരു വഴി കൂടെ, മോനൊരു വഴി കൂടെ, രണ്ടെണ്ണം കൂടെ എന്റെ നടു ഉടിക്കും. അയ്യോ, മോട്ടർ നിറഞ്ഞു. ദൈവമേ, ഞാൻ ഈ ചിക്കൻ എടുത്ത് വെച്ചിട്ട് പെരട്ടി വെച്ചില്ലായിരുന്നോ? ഇവിടെ ഇത് ആരാ ഈ മതില് പണിഞ്ഞേ? ഓഹ്, ഇതിന് മണ്ട കയറാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും ഇതിവിടെ ഇല്ലായിരുന്നല്ലോ. ഇതൊക്കെ എന്റെ ചെറിയ ചെറിയ സാഹസികങ്ങളല്ലേ അമ്മച്ചി. ഇതൊക്കെ സിമ്പിൾ. ദൈവമേ, എന്റെ ഷർട്ട്. എന്റെ ഈ സന്തോഷം ഞാൻ ആരോട് പറയും? അയ്യോ, എന്തൊരു ഷോ ആയിരുന്നു രാവിലെ. ഇനി എന്റെ കുറച്ച് ഡൈപ്പർ ഡാൻസ് ആവാം. ചിങ്ക് ചിക ചിങ്ക് ചിക. ആഹാ, അച്ഛന്റെ വീട് ഷർട്ടിന്റെ ഡിസൈൻ കൊള്ളാലോ. ഇതെന്താ കേരളത്തിന്റെ മാപ്പ്? ഒരു കാര്യം ചെയ്യുന്ന ഡൈപ്പർ വെച്ച് തച്ചോ അതിനകത്ത്. ഇതെന്തു വഴി ഇത് കാണിച്ചു വെച്ചേക്കുന്നേ? ഏട്ടാ, അത് ഞാനേ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ ഞാനേ ഒരു വേറെ തുണി വെച്ച് വെച്ചടിച്ച് എന്നാലോ? ഇനി ഏത് ഡ്രസ് ഇടും ഞാൻ? അവന്മാരടുത്ത് ഇനി എന്ത് പറയും ഞാൻ? എന്തോന്നിത്? ഇതിന് വേറെ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്ത് തേച്ച് തന്നാലോ? നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. നീ ഇത് ഞാൻ കല്യാണത്തിന് പോവാതിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാ. എടാ, എന്തുവാടാ അങ്ങനെ പറയുന്നത്? കല്യാണത്തിന് വരാത്തതിനും വിളിക്കാത്തതിനും എനിക്ക് വിഷമമുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് നീ പറയാതെ. ഞാൻ മനഃപൂർവ്വം അല്ല.
വേണം നീ അമ്പൂട്ടിനോട് ചോദിച്ചു നോക്കി. ഞാൻ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയതാ. പോ അച്ഛ. അടി അമ്മച്ചി വഴക്ക് പറയുന്നു. അച്ഛന്റെ ഷർട്ട് വേണം. അയ്യോ അച്ഛൻ തേക്കണമായിരുന്നു. പാവോ അച്ഛൻ. ഇന്നൊരു സദ്യ മിസ്സായി. സാരമില്ല കേട്ടോ. എന്റെ കുറുക്ക് തിന്നിട്ട് ആ കുറുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അച്ഛന് കുറച്ച് കുറുക്ക് തരാമേ. എനിക്കറിയണ്ട. എനിക്കിന്ന് കല്യാണത്തിന് പോണം. എനിക്കിത് എന്തെങ്കിലും ചെയ്തു തരണം. ഇത് എന്തോന്നുണ്ട് ഇത്? ഏത് ഭൂപടത്തിന്റെ മാപ്പാണ് ഇത്? ഇതൊരു പട്ടി കടിച്ചു കീറിയാണ് ഇത്. പട്ടി എടി. ഒരു സദ്യ കിട്ടിയില്ലെന്നും പറഞ്ഞു മനുഷ്യര് ഇങ്ങനെയൊക്കെ വട്ടാവൂ. ഈ അച്ഛൻ എന്തോ ഈ കാണിക്കുന്നേ? ചിരിക്കുന്ന നീ ചിരിച്ചാടി നീ ചിരിച്ചില്ലേടി ഇപ്പം? ഞാൻ ചിരിച്ചില്ല. എന്തുവാ? എത്ര കൊല്ലത്തിന് ശേഷം പറയുമ്പോ കൂട്ടുകാരെ കാണാൻ പോകുന്നു. ഇവിടെ ഒരുത്തിന്റെ പ്രാണവേദന, അവരുടെ കളി. നമുക്ക് മിണ്ടാതെ കിടക്കാൻ ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളെയും പിടിച്ച് അച്ഛൻ തിന്നും. കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. പോയില്ലേ? ഞാൻ ഇനി എങ്ങനെ പോവും കല്യാണത്തിന്? ഹലോ എടാ, ഞാൻ വരുന്നില്ല കേട്ടോ. മനസ്സിൽ സന്തോഷമാണെങ്കിലും പുറമെ നമുക്ക് സങ്കടം അഭിനയിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ വെച്ചേക്കൂല. കൊണ്ട് തടത്തുണി പിടിക്കുന്നു പോയി. ഹാ, ഇന്ന് രണ്ടുപേരും വഴക്കിട്ട സ്ഥിതിക്ക് മനുഷ്യന് ഇന്ന് ഇത്തിരി സമാധാനം കിട്ടും. അല്ലെങ്കിൽ രണ്ടുപേരും എന്റെ പുറയില. ഒരു ജോലി ഉത്തരവാദിത്വമായിട്ട് ഒരെണ്ണം എനിക്ക് ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. മതി. ഇത് കരിഞ്ഞു പോയത് എന്റെ തെറ്റ് തന്നെ എന്ന് പറഞ്ഞ് നീ ആവശ്യമില്ലാത്ത പറയണ്ട കേട്ടോ. നിന്റെ ഷർട്ടല്ലേ നീ തേക്കണമായിരുന്നു. എനിക്ക് ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്. കൂടെ അവനെ നോക്കണം. തന്തേ, ആക്ടിങ് പോരേട്ടോ. ഇതെന്ത് അവാർഡ് പടമോ? അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം. എന്ത് നാച്ചുറലാ? എന്റെ അടുത്ത് നീ ഇനി മിണ്ടിപ്പോകരുത്. ഇനി ആരും മിണ്ടാൻ വരുന്നു? ഞാനും മിണ്ടാൻ വരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കീരിയും പാമ്പുമായി. ഇന്ന് എന്റെ ഡേയാ. അമ്പൂട്ടാ, കാപ്പി ഇരിപ്പോണ്ടേ? വേണ്ടവരെടുത്ത് കൂടി. അയ്യോ, ഞാൻ ഇന്ന് വരെ കാപ്പിയും ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇന്ന് കുടിക്കാം. അമ്പൂട്ടാ, ചൂടാകുമ്പോ. ഓ, അപ്പം വേണ്ടവരെടുത്ത് കുടിക്കാൻ പറഞ്ഞത് എന്നെ അല്ലേ? അച്ഛനെയാണല്ലേ? എനിക്ക് തോന്നി. അമ്പു, എനിക്കാരും കാപ്പിയൊന്നും വേണ്ട. സദ്യ ശെടാ, പറയാനുള്ളത് നേരെ എങ്ങ് കെട്ടിയോളെടുത്ത് പറഞ്ഞാ പോരെ. കല്യാണം മുടങ്ങിക്കൊണ്ട് ഇവിടെ ആർക്കും ഒരു സങ്കടമില്ല. നോക്ക്, അവ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. പിന്നെ ഡാൻസ് കളിക്കാതെ ഒറ്റയ്ക്ക് പോയെങ്കിൽ വിലസാനിന്നേല്ലേ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയും വില്ലും. ഇനി കുറച്ച് നേരം വീട്ടിൽ കുത്തിരി. ഏമ്പു, സ്വന്തം കല്യാണം മുടങ്ങിയതുപോലാണല്ലോ ഇവിടെ ഓരോരുത്തരുടെ സങ്കടം. അമ്പൂട്ട, എനിക്ക് ഇവിടുത്തെ ആരുടെ കാപ്പിയൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും തിന്നത്തുമില്ല. ചേട്ടാ, ഇത് എന്ത് കഷ്ടം. ഇതെന്തിനാണ് എന്റെ അടുത്ത് പറയുന്നേ? അമ്പു, ഈ കാപ്പി കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല. ഒന്നും തരത്തുമില്ല. അയ്യോ, നിങ്ങൾ തിന്നോ തിന്നാതിരിക്കോ എന്തോ ചെയ്യും. ഇതിനാണ് എന്റെ അടുത്ത് പറയുന്നത്. ഞാൻ എന്തു പരാതിപ്പെട്ടിയ? അമ്പൂട്ട, ഈ വീടി മിച്ചറൊന്നും ഇല്ലേ? കൊണ്ടുവരാം അമ്പൂട്ടാ. തന്റെ ലേശ ഉടുപ്പ് ഇച്ചിരി മുമ്പല്ലേ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് മിച്ചർ വരെ തിന്നു. ഇത് എനിക്ക് തരുന്നില്ലമ്മേ മിച്ചർ. കപ്പുണ്ടെങ്കിൽ താ തന്തേ. ഇത് എന്തൊരു ആക്രാന്തമാ. നല്ല മിച്ചർ. പോ തന്തേ, പോയി സദ്യ തിന്നെ. എന്റെ മിച്ചറി തൊടാൻ വന്നിരിക്കുക. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദോ കോരിക്കൊണ്ട് പോന്ന്. ഇതാരിവിടെ മൊത്തം വെള്ളം കോരി ഒഴിച്ചത്? നീയാ അമ്പൂട്ടാ? അത് പിന്നെ മിണ്ടാതെ കിടക്കാം. മറന്നു പോവായിരിക്കും. അമ്പൂട്ട, ഞാൻ കാപ്പി കുടിച്ച്. പാവം, ആ കാപ്പി എന്ത് കഴിച്ച്. പക്ഷേ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് അവളുടെ ഷർട്ട് കഴിച്ചത്. ഞാൻ ഇത് കഴിക്കൂല. എന്റെ പൊന്നമ്മ എന്തിനാണ് നിർബന്ധിക്കുന്നത്? തിന്നെന്താ, എനിക്ക് വേണം ചിക്കൻ ഫ്രൈ. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ടല്ലേ അമ്പൂട്ടാ? ഓ മതി അമ്മ ഡയലോഗ് അടിച്ചത്. ഒരു കരി ഇങ്ങോട്ട് താ. കൊള്ളാം കേട്ടോ. അമ്മ, അച്ഛനെ നോക്കിക്കോ. കൊതി വിടാനുള്ള ചാൻസ് ഉണ്ട്. വയറിളവുവേ. അച്ഛാ, ചിക്കൻ ഫ്രൈ വേണോ? ഇന്നാ ഒരു കടി കടിച്ചോ. നല്ല രസമുണ്ട്. ഇങ്ങനെ വിഷമിച്ചിരിക്കലേ അച്ഛാ.
ഒരു സദ്യ പോലെ പോട്ടെ. എന്നാ ബാ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാം. കൊതി വിടല്ലേ. എന്നെ അച്ഛ എപ്പോഴും ഇങ്ങനെ പറ്റിക്കാറുണ്ട്. പറ്റിച്ചേ, ഇപ്പഴാ ഒരു സമാധാനമായി. അല്ലെങ്കിൽ എന്നാ കഴിച്ചോ. കൊച്ചു തന്നാ പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കുന്നേ? ഞാൻ തിന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവത്തില്ലേ? എന്ത് വിഷമം? കൊതി വിടും, അതുകൊണ്ടാ തന്നെ. വേണ്ട വേണ്ട, നമുക്ക് ഉറങ്ങാം. കുഞ്ഞിന് ഉറങ്ങണോന്ന്. എന്റെ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അടുത്ത ചെവി ആയിട്ടൂടെ, എന്റെ ഹെഡ്സെറ്റ് കണ്ടില്ലെന്ന്. നാണോ ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തിലെന്തല്ലേ പറഞ്ഞേ? ഞാൻ മിണ്ടാ വന്നില്ലല്ലോ. അല്ലടി, നീ എന്റെ അലമാരിയിരിക്കുന്ന എല്ലാ ഷട്ടറും എടുത്ത് വെച്ച് കരിക്കുക. ഞാൻ നിന്റെ അടുത്ത് മിണ്ടാ. ഞാൻ നിന്റെ അടുത്ത് മനഃപൂർവ്വം അല്ലല്ല, സോറി. ഞാനൊന്ന് ഉറങ്ങിക്കിടന്നപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്നേ? ഇവര് മിണ്ടിയോ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയോ? നീ ഉറങ്ങുമല്ലായിരുന്നു? ഉറങ്ങുവാണെങ്കിൽ ഇപ്പൊ എന്താ? നീ എപ്പോ വന്ന്? ഞാൻ വരണ്ടായിരുന്നില്ല, ഇപ്പൊ ശല്യമായോ? നീ എന്തിനാ എടുത്തത്? അങ്ങനെ എന്നെ ഉറക്കി കിടത്താന്ന് ഇവിടെ ആരും നോക്കണ്ട. ഇപ്പൊ രണ്ടുപേരും ടീമായിട്ട് ഇപ്പൊ എന്റെ നേരെ തിരിക്കുമല്ലോ. ഒറ്റ അടിയൊന്നാണല്ലോ. ഞാനും കേറും. എനിക്ക് സ്ഥലം താ. മാറി തന്തേ, മാറി കിടക്ക് തന്തേ. അങ്ങോട്ട് ഇടിച്ചു തരുവോ ഞാൻ? എവിടെ കയറി പോവാ? പിന്നെ എന്റെ അമ്മയുടെ മടിയിൽ എനിക്ക് കിടക്കണ്ടേ? സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ സ്ഥലം ഉണ്ടാക്കും. ആര് പറഞ്ഞു എണീക്കാൻ? പോയി കിടന്നുറങ്ങടാ. എനിക്ക് തോന്നുമ്പോ ഞാൻ എണീക്കും. ചിരിയൊന്നും ഇവിടെ വേണ്ട. എന്നെ ഉറക്കെ കിടത്തിയിട്ട് എന്ത് വേണ്ടത് നീ? ഇനി എന്തൊക്കെ കാണണം. അപ്പം ബൈ ഗൈസ്, ലവ് യു.